നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. അയോധ്യയിൽ രാമന്റെ അനുഗ്രഹം കിട്ടിയതുപോലെ ബദരീനാഥിൽ വിഷ്ണുവിന്റെയും അനുഗ്രഹം തങ്ങൾക്ക് ലഭിച്ചതായി യുവ കോൺഗ്രസ് നേതാവ് നിതാന്ത് സിംഗ് നിതിൻ. രാജ്യത്തെ 13 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7ലും കോൺഗ്രസ് വിജയം നേടിയതിന്റെ ആഹ്ലാദം പങ്കുവച്ച് സ്ഥാപിച്ച പോസ്റ്ററിലാണ് യുവ നേതാവ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ആസ്ഥാനത്താണ് പോസ്റ്റർ ഉയർന്നത്. ഉത്തരാഖണ്ഡിലെ ബദരീനാഥിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖ്പത് സിംഗ് ബട്ടോളയുടെ വിജയത്തെയാണ് പോസ്റ്ററിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തൊട്ടുപുറകെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അത്യാഹ്ലാദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് തിരിച്ചടിയുണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടാതിരുന്നതിന് പുറകെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ രാജ്യത്തെ BJP പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിന് ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം എന്താണ്? ഭാവി തെരഞ്ഞെടുപ്പുകളുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒന്നായി ഈ 13 സീറ്റുകളിലെ ഫലത്തെ നോക്കിക്കാണാനാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ത്യ സഖ്യം കളം പിടിക്കുന്നു. പ്രധാനപ്പെട്ട അതിഥികൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്കുംപള്ളി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ വസന്ത്, ഞാൻ ആദ്യം വായിച്ച പോസ്റ്റ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവിൻ്റെതാണ്. അതായത് അദ്ദേഹം പറയുന്നത് അയോധ്യയിൽ, നമുക്കറിയാം അയോധ്യയിൽ കോൺഗ്രസ് ഇത്തവണ നേടിയ വിജയം അത് ഐതിഹാസികമായിരുന്നു, യാതൊരു സംശയവുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് ഉത്തർപ്രദേശിലെ ബദരീനാഥിൽ നേടിയ വിജയവുമാണ്. അപ്പോൾ രാമൻ്റെയും ഒപ്പം വിഷ്ണുവിൻ്റെയും വിജയം ഒരുപോലെ കോൺഗ്രസിന് ലഭിക്കുന്നു എന്ന തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഈ 13ൽ 8 ജയം നിങ്ങൾക്ക് നൽകുന്നതിന്റെ പ്രത്യേകത എന്താണ്? ശ്രീ രഞ്ജിത്ത്, നോക്കൂ, ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത് മുമ്പോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം, അതിന്റെ രാഷ്ട്രീയം, അത് ഇൻക്ലൂസീവാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന. ഒരു പക്ഷേ മറ്റുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ സെക്യുലർ എന്ന് പറഞ്ഞാൽ മതം യാതൊരു രീതിയിലും രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ രാഷ്ട്രീയമായി ബന്ധപ്പെടുകയോ അതിന്റെ 7 അയലക്കത്ത് പോലും വരാത്ത അവസ്ഥയാണെങ്കിൽ, മതവും രാഷ്ട്രീയവും മതത്തെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതിയാണ് കോൺഗ്രസിന്റെ മതേതര ചിന്താഗതി. എല്ലാ കാലത്തും നെഹ്റുവിയൻ സോഷ്യലിസം, നെഹ്റുവിയൻ സെക്യുലറിസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, രാമൻ എന്ന് പറയുന്ന ബിംബത്തെ ഇന്ത്യൻ ഹിന്ദുവിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതാ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞാൽ ഇന്ത്യൻ ഹിന്ദു മുഴുവൻ തങ്ങളുടെ പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ഹിന്ദു എന്ന അജണ്ടയിൽ വന്ന് ഈയാം പാറ്റകളെ പോലെ, വെട്ടത്തിന് ചുറ്റും വന്ന് വീഴുന്ന ഈയാം പാറ്റകളെ പോലെ മോദി തുടർച്ചയായി പറയുന്ന ഹിന്ദുത്വയിൽ, മോദി തുടർച്ചയായി പറയുന്ന ന്യൂനപക്ഷ വർഗീയതയിൽ, മുസ്ലിം വിദ്വേഷത്തിൽ ഈയാം പാറ്റകളെ പോലെ ഈ ഹിന്ദു എന്ന് പറയുന്ന വലിയൊരു ജനസമൂഹം മോദിയുടെ വിളക്കിന് ചുറ്റും വട്ടമിട്ട് പറക്കുമെന്നും തങ്ങളുടെ കെണിയിൽ അകപ്പെടുമെന്നും മോദിയും കൂട്ടരും വിചാരിച്ചിരുന്നിടത്ത് അതാ നോക്കൂ, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബദരീനാഥിൽ, അതായത് ഏതൊക്കെ ബിംബങ്ങളാണോ എടുത്തുയർത്തി കാണിച്ചത് ആ ബിംബങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം നൽകിക്കൊണ്ട് അവിടുത്തെ ജനം പറയാണ്, ഞങ്ങളുടെ രാമൻ ഉണ്ടല്ലോ, ആ രാമൻ നിങ്ങൾക്കെടുത്ത് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. ഞങ്ങളുടെ വിഷ്ണു ഉണ്ടല്ലോ, ആ വിഷ്ണു എന്ന് പറയുന്നത് ദൈവമാണ്, അത് ദൈവിക സങ്കല്പമാണ്, അത് നിങ്ങൾക്ക് രാഷ്ട്രീയ വേദിയിൽ കൊണ്ടുവന്ന് പന്ത് തട്ടാനുള്ളതല്ല മിസ്റ്റർ നരേന്ദ്രമോദി. ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് വിളിച്ച് അയോധ്യയിലെ, ബദരീനാഥിലെ, ഈ കാശിയിലെ, മധുരയിലെ ഒക്കെ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ മോദി ടീമിനോട് പറയുകയാണ്, ഞങ്ങളുടെ രാമൻ, ഞങ്ങളുടെ വിഷ്ണു, ഞങ്ങളുടെ കൃഷ്ണൻ, ഞങ്ങളുടെ ഭഗവാൻ അത് താങ്കൾക്ക് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല എന്ന് കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജ് ഇന്ത്യയിലെ ജനസമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിന്ദു സമൂഹം ഇവർക്ക് നൽകുന്നുണ്ട്. അതിലാണ് ഞങ്ങൾ അത്യാഹ്ലാദം. ഇപ്പൊ അങ്ങ് ചോദിക്കുകയാണ്, ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അത്യാഹ്ലാദിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, എന്തിനെ എടുത്തുപയോഗിച്ച് അധികാരം നിലനിർത്താനാണോ അവർ ശ്രമിച്ചത് അത് തന്നെ അവർക്ക് തിരിച്ചടി കൊടുക്കുന്ന കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തെ മതേതര സങ്കല്പം മനസ്സിൽ പേറുന്നവർക്ക് അത്യാഹ്ലാദിക്കാൻ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീരഞ്ജിത്ത്, ശരി, അതൊരു ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു തലമാണ് വസന്ത് തെങ്കുംപള്ളി പറഞ്ഞത്. കാരണം
നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഹിന്ദുത്വ നിരവധിയായ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചു കൊണ്ടുവന്ന അയോധ്യയിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും BJP കേന്ദ്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശ്രീത്ത് പണിക്കർ, ഇവിടെ ഈ പറയുന്നത് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഈ 13 ഇടങ്ങളിലെ 13 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം നിർണ്ണയിക്കുന്ന ഒന്നല്ല. പക്ഷേ ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ BJPക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ പോലും വിജയമുണ്ടായത് 5000-നകത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ഹിന്ദുത്വ അജണ്ടയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമുണ്ടായി. മോദി 3-ാം വട്ടം ഭരിക്കുന്നു എങ്കിൽ പോലും അതിൽ അത്യഹ്ലാദം പ്രകടിപ്പിക്കാനാവുന്ന ഒന്നും BJPക്ക് സംഭവിച്ചില്ല. സമാനമായി തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഏകോപനത്തോടു കൂടി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയും സാധ്യതകളുണ്ട്. സാധ്യതകൾ കൂടുതൽ തുറന്നു വരികയാണ് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടോ? നോക്കൂ, ആദ്യം തന്നെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് മൊത്തത്തിലുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ ചിന്തയുടെ ഒരു പരിച്ഛേദം എന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ കരുതാൻ കഴിയില്ല. കാരണം 7 സംസ്ഥാനങ്ങളിൽ നടന്നിരിക്കുന്ന 13 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതിന് അതാത് സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഹിമാചൽ പ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്തൊക്കെ തന്നെ BJP അർഹിച്ച തിരിച്ചടി നേടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നോക്കുക. BJPക്ക് വേണ്ടി ഇത്തവണ മത്സരിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ കഴിഞ്ഞ തവണ ഏത് പാളയത്തിലായിരുന്നു എന്നുള്ളത് നോക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയം, നമ്മൾ ഈ പലപ്പോഴും പറയുന്നത് പോലെ കൂറുമാറ്റം വഴി അല്ലെങ്കിൽ അപ്പുറത്തെ പാളയത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് അടർത്തിയെടുത്ത് മറ്റുള്ളവർക്കെതിരെ മത്സരിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രത്തിന് കിട്ടിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഹിമാചൽ പ്രദേശ് പോലെയുള്ള ഒരു സ്ഥലത്തെ ബൈ ഇലക്ഷൻസിന്റെ റിസൾട്ടിനെ ഞാൻ കാണുന്നത്. അല്ലാതെ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 10, BJPക്ക് 2, സ്വതന്ത്രൻ 1 എന്ന് പറയുന്ന രീതിയിലല്ല ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസികൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 സീറ്റുകൾ വിജയിച്ചിരിക്കുന്നത് മമതാ ബാനർജി ബംഗാളിലാണ്. മമതാ ബാനർജി ബംഗാളിൽ ജയിക്കുന്ന സമയത്ത് അവിടെ ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം അവിടെ മത്സരിക്കുന്നതിനകത്തിൽ CPM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ഉണ്ട്. അവരുടേതായിട്ടുള്ള വർദ്ധിച്ച ജനപിന്തുണയുടെ ഭാഗമായിട്ട് ബംഗാളിന്റെ ഒരു മുഖം തന്നെയായി മാറിയിരിക്കുന്ന മമതാ ബാനർജി അവരുടെ പാർട്ടിക്ക് അതിശക്തമായിട്ടുള്ള വിജയം കിട്ടി. അവിടെ പോലും ഹിമാചൽ പ്രദേശിൽ നടന്ന കാര്യമല്ല നടന്നിരിക്കുന്നത്. അതിന്റെ ഒരു റിവേഴ്സ് ഇഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് മറുപാളയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ജയിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിക്കുള്ള ഒരു അപ്രമാദിത്വം എന്നത് മാത്രമേ ഇവിടെ കാണാൻ കഴിയുകയുള്ളൂ. അതിനു മുന്നിൽ BJP നിഷ്പ്രഭരായി പോയി. അതിനു മുന്നിൽ ഇന്ത്യ സഖ്യം എന്നൊരു സംഭവം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM അടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവിടെ മത്സരിച്ചിരുന്നു. ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം കൃത്യമായി പ്രവർത്തിക്കുമായിരുന്ന ഒരു സ്ഥലം ബീഹാറാണ്. പക്ഷേ ബീഹാറിൽ നോക്കൂ, അവിടെ ജയിച്ചിരിക്കുന്നത് ഒരു സ്വതന്ത്രനാണ്. അവിടെ RJD സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. RJD സ്ഥാനാർത്ഥിക്ക് എല്ലാവരും പിന്തുണ നൽകി. JDU സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ BJP മറ്റുള്ള ആൾക്കാരും നൽകി. പക്ഷെ അവരെല്ലാം തന്നെ പരാജയപ്പെട്ടിട്ട് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, മുൻപ് LJP-കാരനായിരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് 4 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് 4 സീറ്റും BJPക്ക് 2 സീറ്റും എന്ന നിലയ്ക്കാണ്. അതിലൊരു മതപരമായിട്ടുള്ള ഒരു ആംഗിൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളിപ്പോൾ സാങ്കേതികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ബദ്രീനാഥ് പോലെയുള്ള സ്ഥലം നിങ്ങൾക്ക് അയോധ്യ നഷ്ടപ്പെട്ടതിന് ശേഷം നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ബദ്രീനാഥിൽ ഈ ഹിന്ദുത്വ എന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന കോർ ഐഡിയോളജി എന്ന് പറയുന്ന ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിരുന്നില്ല. അല്ലെങ്കിൽ അല്പം മുമ്പ് ശ്രീ വസന്ത് പറഞ്ഞതുപോലെ നിങ്ങളുടെ രാമൻ ഞങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തി കാണിച്ച ബിംബങ്ങൾക്കല്ലേ അത് നിങ്ങളോടൊപ്പം അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെയും സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്. മുൻപ് മറുപാളയത്തിലായിരുന്ന ഒരു സ്ഥാനാർത്ഥി, എനിക്ക് തോന്നുന്നു BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ഏതാണ്ട് കഷ്ടിച്ച് 2000 വോട്ടിന് എന്തോ ആണ് 2 വർഷം മുമ്പ് ജയിച്ചിരുന്നത്. അയാൾ ഇത്തവണ 5000 വോട്ടിന് പരാജയപ്പെട്ടിരിക്കുന്നു. ആ രീതിയിലാണ്. അതായത് വലിയ ഹ്യൂജ് മാർജിൻ ഉണ്ടായിരുന്ന സ്ഥലമൊന്നുമല്ല. മറ്റ് കക്ഷികൾക്കെല്ലാം തന്നെ ഗണ്യമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് ബദ്രീനാഥ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ വസന്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ കൂടി പ്രശ്നമുണ്ട്. കാരണം അയോധ്യ, ബദ്രീനാഥ്, മധുര തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ മധുര പോയിട്ടില്ല. മധുരയിൽ ഇപ്പോഴും ലോക്സഭ സീറ്റ് ജയിച്ചിരിക്കുന്നത് ഹേമമാലിനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. മധുരയിൽ BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണുന്നത് പ്രതിപക്ഷ കക്ഷികൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജം എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ BJP ആണ്. മിക്ക സ്ഥലങ്ങളിലും മത്സരിച്ചിരിക്കുന്നത് BJP ആണ്. അവിടെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ JDU ഒക്കെ മത്സരിച്ചിരിക്കുന്ന അപൂർവം സീറ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി BJP ആണ്. അതിൽ തന്നെ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാചൽ പ്രദേശിലാണെങ്കിലും അതല്ല എങ്കിൽ നമ്മൾ
ഇവിടെ പിന്നെ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ BJP-യുടെ സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ എല്ലായിടത്തും ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇപ്പൊ നമ്മൾ ബംഗാളിൽ മാത്രമല്ല, നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകും. പഞ്ചാബിൽ ഒരു സീറ്റിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു. അവിടെ കോൺഗ്രസ് മത്സരിച്ചിട്ടില്ലേ? അപ്പൊ അവിടെയും ഇന്ത്യ സഖ്യം എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. എണ്ണം എടുത്തു കഴിയുന്ന സമയത്ത് നമുക്കത് പറയാം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഇന്ത്യ സഖ്യത്തിന്റെ നേട്ടം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഉത്തരാഖണ്ഡിൽ BJP-ക്ക് 2 സീറ്റുകൾ നഷ്ടമാകുന്നു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് 3 സീറ്റുകളിൽ 2 സ്വന്തമാക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. മറുവശത്ത് വലിയ ശക്തി കേന്ദ്രം എന്ന് BJP പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് മധ്യപ്രദേശിൽ 3000 വോട്ടിന് മാത്രം ജയിക്കുന്നു. ഇവിടെയൊക്കെ വലിയ അപ്രമാദിത്വം BJP പുലർത്തിയിരുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നത് വ്യക്തമാകുന്നത്. അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന രീതിയിലത്തേക്ക് വിലയിരുത്താൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഫലം വന്നതിന് ശേഷം ഏതാണ്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. സർക്കാരിന്റെ ഒരു ഭരണ തുടർച്ച എന്ന രീതിയിലത്തേക്കുള്ള ഏതെങ്കിലും നയങ്ങളോ നയരൂപീകരണമോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിമുഖതയോ താല്പര്യമോ ഒന്നും തന്നെ പ്രകടിപ്പിക്കാനുള്ള ഒരു സമയമായിട്ടില്ല. നേരെ മറിച്ച് ഈ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ ആൾക്കാർക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമുഖത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരെ അവിടെ നിന്ന് മറുപക്ഷത്തേക്ക് അടർത്തിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ആൾക്കാർക്ക് വളരെ വലിയ നീരസം ഉണ്ടായിരുന്നു. ആ നീരസം ആൾക്കാർ അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അർഹിച്ചതാണ്. കാരണം നമ്മൾ പലപ്പോഴും ജനങ്ങളുടെ മാൻഡേറ്റ് എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് സ്വീകരിക്കുന്നതിന് പകരം മറ്റുള്ള പാളയത്തിൽ നിന്നുള്ള ആൾക്കാരെ നമ്മളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബൈ ഇലക്ഷൻ നടത്തുന്നു. ഹിമാചൽ പ്രദേശിലൊക്കെ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് നടന്നിരിക്കുന്ന ബൈ ഇലക്ഷൻ. അപ്പൊ അങ്ങനെ നടന്നിരിക്കുന്ന ബൈ ഇലക്ഷനിൽ അതിന് കാരണമായിരിക്കുന്ന ആൾക്കാരാരാണോ അവർക്ക് അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ആണ് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പോലും കഴിയുകയുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് BJP അർഹിച്ച ഒരു പരാജയമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇന്ത്യ സഖ്യം നിന്നിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണോ അത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ക്രെഡിറ്റിലേക്ക് നൽകുന്നതാണ് നല്ലത്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ കേരളത്തിൽ നമുക്ക് നിയമസഭയിലേക്ക് ബൈ ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ ചേലക്കര മണ്ഡലമുണ്ട്, അതല്ലെങ്കിൽ പാലക്കാട് മണ്ഡലമുണ്ട്. നമ്മൾ ഈ 2 മണ്ഡലങ്ങളെ മാത്രം എടുത്തോളൂ. അവിടെ സപ്പോസ് കോൺഗ്രസ് ഒരു സീറ്റിൽ ജയിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ മറ്റൊരു സീറ്റിൽ CPM ജയിക്കുന്നു എന്ന് കരുതുക. നമ്മളതിന്റെ ഫലം പറയുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന് 2 സീറ്റ് എന്ന് പറയുന്നത് പോലെയുള്ള അബദ്ധമാണ് ഇവര് ഭിന്നിച്ചു നിന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ പഞ്ചാബിലെ പോലെയുള്ള അല്ലെങ്കിൽ ബംഗാളിലെ പോലെയുള്ള റിസൾട്ടിനെയൊക്കെ തന്നെ ഇതിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത്. അതിനെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റ് എന്ന് പറയേണ്ടി വരും. പക്ഷെ BJP ഇതര കക്ഷികൾക്ക് 10 സീറ്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള റീഡിംഗ് ആണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഈ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് BJP കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്ര അടക്കം പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കാനും അത് നിലനിർത്താനും ഒക്കെ എത്രത്തോളം ഈ രീതി അവർ പ്രായോഗികമാക്കി എന്നുള്ളത് നോക്കൂ. ഇവിടെ ഹിമാചൽ പ്രദേശിൽ സമാനമായി തന്നെ 36-ൽ നിന്ന് BJP 40-ൽ നിന്ന് 36-ലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റെണ്ണം കുറയ്ക്കുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന് ശ്രീത്ത് പറഞ്ഞതുപോലെയുള്ള ഫീലിംഗ് വരുന്നു. പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ BJP പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രത്തിൻ്റെ പരാജയം കൂടി ഇവിടെ സംഭവിച്ചു എന്ന് വേണം ചൂണ്ടിക്കാണിക്കാൻ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് മുന്നിലാണ് ഇവിടെ കോൺഗ്രസിൻ്റെ വിജയം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകളാണ് എങ്കിൽ പോലും അത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണോ? ശ്രീത്ത് പറഞ്ഞതുപോലെ പൂർണ്ണമായും അതിനെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒന്നാണോ? ഇവിടെ ശ്രീ രഞ്ജിത്ത്, ധാർമ്മികതയുടെ ഒരു വിഷയം ഇവിടെ അന്തർലീനമാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, ഇതാണ് ജനം അതിനെ കണ്ടത്. ഹിമാചൽ പ്രദേശിലെ 3 മണ്ഡലങ്ങളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ച 3 മണ്ഡലങ്ങൾ അവർ രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് BJP ടിക്കറ്റിൽ മത്സരിച്ചപ്പോൾ അതിൽ 2 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. ഒരു സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. 2 സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് പരാജയപ്പെടാനായിരുന്നു. ഇത് മുൻപും സംഭവിച്ചു. 6 കോൺഗ്രസ് MLA-മാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് ജയിക്കാവുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന, മനു അഭിഷേക് സിംഗ്വി പരാജയപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവരിൽ 4 സ്ഥാനാർത്ഥികൾ BJP ടിക്കറ്റിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അത് മാത്രമല്ല, ഇവിടെ ശ്രീ രഞ്ജിത്ത് സൂചിപ്പിച്ച മഹാരാഷ്ട്രയിലും കർണാടകത്തിലും മുൻകാലങ്ങളിൽ ഒരുപക്ഷെ കർണാടകത്തിൽ ഒരു വിജയ ഫോർമുല ഒരുക്കി. അതിന്റെ ഫലത്തിലായിരിക്കണം മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ഭരണമാറ്റം തന്നെ കൊണ്ടുവന്നു. ഉദ്ധവ് താക്കറെയെ താഴെ ഇട്ടതിനു ശേഷം
ഒരു ശിവസേന NCP കക്ഷികളെ പിളർത്തി ഒരു സർക്കാർ ഉണ്ടാക്കിയതിനോടുള്ള ജനങ്ങളുടെ ഒരു വിയോജിപ്പ്. അപ്പൊ ഇതൊരു ആർട്ടിഫിഷ്യലി എൻജിനീയർഡ് ഒരു സംവിധാനമാണ്. അതിനോടുള്ള വിയോജിപ്പാണ് NCPയുടെ ഒരു സ്ഥാനാർത്ഥി ഒഴിച്ച് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും അജിത് പവാറിനോടൊപ്പമുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നതുകൊണ്ടാണ്. അതുപോലെ ശിവസേനയിലാണെങ്കിലും ഉദ്ധവ് ശിവസേനയ്ക്ക് മറ്റേ ഷിൻഡെ ശിവസേനയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഈ പിളർത്താൻ BJP ഉപയോഗിച്ച ഘടകകക്ഷികളെ അല്ലെങ്കിൽ സഖ്യകക്ഷികളെ പിളർത്താൻ ഉദ്ദേശിച്ച ആ ഒരു നിലപാടിനോടുള്ള വിയോജിപ്പാണ്. ഇതേ വിയോജിപ്പ് ബംഗാൾ ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടു. ഇവിടെ ഉത്തരാഖണ്ഡിൽ അതാ സംഭവിച്ചു. സ്വാഭാവികമായി വന്ന 2 തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് പാർട്ടി 2 സീറ്റും ജയിച്ചു. ഹിമാചൽ പ്രദേശിൽ ഒരു മന്ത്രിസഭയെ മറിച്ചിടാനുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ വലിയ തോതിലുള്ള എഞ്ചിനീയറിംഗ് ആണ് നടന്നത്. 6 MLA-മാരെ കോൺഗ്രസ് നടത്തിയെടുത്തതോടൊപ്പം 3 സ്വതന്ത്ര MLA-മാരെ BJP പാളയത്തിൽ എത്തിച്ച് 6+3 9 സീറ്റുകളിലാണ് 2 ഘട്ടങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടുത്തെ ഫലം നോക്കൂ. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ആശ്വസിക്കാം, അഭിമാനിക്കാം. കാരണം ഹിമാചൽ പ്രദേശിൽ ഒരു നൂൽപാലത്തിലൂടെയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയിരുന്നത്. സുഖ്വീന്ദർ സിംഗ് സുഖു എന്ന മുഖ്യമന്ത്രിക്ക് ഇനി അധികാര കസേരയിൽ കുറച്ചുകൂടി ഉറച്ചിരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ജയിച്ചു വന്ന സാഹചര്യത്തിൽ ഹിമാചൽ പ്രദേശിൽ കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ സ്ഥിരത വരികയാണ്. ദ പീപ്പിൾ ഹാവ് സ്പോക്കൺ. ഉത്തരാഖണ്ഡിൽ നമ്മൾ ഏറെ ശ്രദ്ധ കൊടുത്ത ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന 13 സീറ്റിൽ 3+2 5+1 6 സീറ്റുകളിൽ നേരിട്ട് BJP കോൺഗ്രസ് മത്സരമാണ്. അവിടെ മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കാര്യമായ സ്വാധീനമില്ല. അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലത് ശരിയാണ്, പക്ഷെ കാര്യമായ സ്വാധീനമുണ്ടെന്ന് പറയാനാവില്ല. അപ്പൊ ഹിന്ദി ഹൃദയഭൂമിയിലുള്ള ഈ 3 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ടെന്ന നിലയിൽ എങ്ങനെയാണ് ജനം തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് ശേഷം ഇപ്പോൾ ഇതാ 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അറിയാനുള്ള കൗതുകമുണ്ട്. ഇവിടെ നിർണായകമായ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു. മധ്യപ്രദേശിൽ BJPക്ക് ലഭിച്ച ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച 25,000 വോട്ടിന് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച സ്ഥാനാർത്ഥി രാജിവെച്ച് BJPയിൽ ചേർന്ന് സൃഷ്ടിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ അതേ സ്ഥാനാർത്ഥി വിജയ്ക്ക് വേണ്ടി ജയിച്ചത് 2000-ൽ താഴെ വോട്ടിനാണ് എന്ന് പറയുമ്പോൾ ജനം എങ്ങനെ ചിന്തിക്കുന്നു? BJP ജയിച്ചു ശരിയാണ്, പക്ഷെ അവിടെ വിജയ മാർജിൻ ഒരു വലിയ സൂചകമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയെ പരാജയപ്പെടുത്താം അല്ലെങ്കിൽ BJPയോട് ഇടിച്ചു നിൽക്കാനുള്ള ത്രാണി കോൺഗ്രസിന് ലഭിച്ചു എന്ന് ഭംഗ്യാന്തരേണ പറയാവുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഇതിന്റെ ഫിലിം. അത് മാത്രമല്ല, ഇനി ബംഗാളിലേക്ക് വരും. ബംഗാളിൽ മമതാ ബാനർജി, അതും അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് പോയ 3 പേർ അവിടെ പരാജയപ്പെട്ടു. ഒരാള് ജയിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ജയിച്ചു വന്നു. അപ്പൊ BJPയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് 3 സീറ്റ് ബംഗാളിൽ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ കിഴക്കൻ മേഖലയിലാണ് BJPക്ക് ഇനി വളർച്ചാ സാധ്യത എന്ന ഒരു കണക്കുകൂട്ടൽ, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കണക്കുകൂട്ടൽ. അത് ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്. ഒറീസയും ആന്ധ്രാപ്രദേശും വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് പിടിക്കാനായി. ആന്ധ്രയിൽ സഖ്യകക്ഷിയായ തെലുങ്കുദേശത്തിന്റെ ചിറകിലേറിയും ഒറീസയിൽ ഒറ്റയ്ക്കും മേൽവിലാസം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞെന്നാൽ ബംഗാളിൽ വലിയ പ്രതീക്ഷയായിരുന്നു. മമതയുടെ തേരോട്ടം തടഞ്ഞു നിർത്താനാവും എന്ന പ്രതീക്ഷയാണ് ഇവിടെ പൊരിഞ്ഞത്. 4 സീറ്റും തൃണമൂൽ കോൺഗ്രസ് നേടുകയും കയ്യിലിരുന്ന 3 സീറ്റ് BJPക്ക് നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അത് വലിയൊരു സൂചനയാണ്. അതുകൊണ്ട് ഈ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി ജയിച്ചു കളയാം എന്ന ഒരു മോഹം ഇവിടെ പൊലിയുന്നത് ഒരുപക്ഷെ നല്ലൊരു സന്ദേശമാണ് ജനങ്ങൾ നൽകിയത്. ഇനി തെക്കോട്ട് വരുമ്പോൾ, തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഈ സ്ഥിതി അങ്ങനെയല്ല. സ്ഥിതി അത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്. DMK MLA-യുടെ മരണത്തെ തുടർന്നുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ DMK-യുടെ സ്ഥാനാർത്ഥി മാത്രമാണ് യഥാർത്ഥത്തിൽ ഗൗരവമായി കളിക്കളത്തിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ NDA-യുടെ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ NDA സംവിധാനത്തിന്റെ ഭാഗമായ BJPയും പാട്ടാളി മക്കൾ കക്ഷിയും ചേർന്ന ഒരു മുന്നണിയാണ് അവിടെ മത്സരിച്ചത്. AIADMK എന്ന പ്രബല കക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടും, അതുകൊണ്ട് DMK ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു. പക്ഷെ അവിടെ BJPക്ക് ഒരു നല്ല പ്രതിപക്ഷ സ്പേസിലേക്ക്, പ്രത്യേകിച്ചും BJPയുടെ ഘടകകക്ഷിയായ പട്ടാളി മക്കൾ കക്ഷിക്ക് ഒരു നല്ല പ്രതിപക്ഷത്തിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യത, ഒരു നല്ല മത്സരം പോലും കാഴ്ചവെക്കാൻ ദ്രാവിഡ മണ്ണിൽ
ആ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു മേൽക്കോയ്മ, പ്രത്യേകിച്ചും DMKയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ അവിടെ NDA മുന്നണിക്കോ BJPക്കോ കഴിയുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്ന സൂചന നൽകുന്നു. ഇതൊക്കെ പറയുമ്പോഴും ശ്രീ പണിക്കരൊക്കെ പറയുന്ന ആ നിഗമനത്തോട് ഞാൻ യോജിക്കുന്നു. എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ തലത്തിൽ ഒരു സൂചന എന്നതല്ലാതെ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഡിക്റ്റം, അതിന്റെ ഒരു രീതികളായിരുന്നില്ല ഇത്. പ്രാദേശിക കാരണങ്ങളാൽ സംഭവിച്ച ഉപതെരഞ്ഞെടുപ്പ് അതിൽ BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടു. 2 സീറ്റിലേക്ക് ഒതുങ്ങി. 10 സീറ്റോളം മത്സരിച്ച് അതിൽ 2 സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ 2014 ശേഷം ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് 2014 മുതൽ കോൺഗ്രസിന്റെ ഒരു പതനം അല്ലെങ്കിൽ മെല്ലെ താഴേക്കുള്ള പോക്ക് ആരംഭിച്ചു. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു താഴേക്കുള്ള പോക്കിന്റെ തുടക്കമാണോ ഇത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ അതിനൊരു നാന്ദി കുറിച്ചു. ഉത്തർപ്രദേശിലെ റിസൾട്ട് അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ നരേന്ദ്രമോദിയുടെ അജയ്യതയോ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനേ ആവില്ല. ഒരു കാലത്തും ഇന്ത്യ മുന്നണിയോ എന്ത് മുന്നണിയോ ഒരുമിച്ച് നിന്നാലും പരാജയപ്പെടുത്താനേ ആവില്ല എന്ന ധാരണകളൊക്കെ മാറി. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് വർദ്ധിത വീര്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇനി തീർച്ചയായും ശ്രീ വസന്തംകുമ്പള്ളി, ഇവിടെ വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP പരാജയപ്പെടുമെന്നാണ് ഈ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം വന്നതിന് ശേഷം പവൻ ഖേര അഭിപ്രായപ്പെട്ടത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, 2 നമ്മുടെ സഹപാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് പരിശോധിക്കാൻ ഉതകുന്ന വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നോ ഇത് എന്നുള്ളതാണ്. കാരണം ഈ പശ്ചിമ ബംഗാളിലായാലും ഒക്കെയുള്ള മറ്റു സ്ഥലങ്ങളിൽ, മറ്റൊന്ന് 2 പഞ്ചാബിലായാലും ഒക്കെ ഇന്ത്യ മുന്നണി നിലയിലല്ല മത്സരം ഉണ്ടായത്. കോൺഗ്രസിന് ഒരു ആശ്വാസകരമായ വിജയം ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഒരു മുന്നണി എന്ന തലത്തിൽ അത് പൂർണ്ണ അർത്ഥത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും, വിജയത്തിൻ്റെ അല്ല വലിയ വിജയം ഉണ്ടാകാത്തതിന്, അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ 100ഓളം സീറ്റ് കോൺഗ്രസ് നേടുന്ന പശ്ചാത്തലത്തിലെങ്കിലും അത്തരത്തിലുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടിയില്ലേ? അല്ല ശ്രീ രഞ്ജിത്ത്, നോക്കൂ, ഇന്ത്യ ആദ്യം കൂടിയപ്പോൾ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും ആ കമ്മിറ്റിയുടെ കോർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടി ആയ പ്രിയപ്പെട്ട ഖാർഗെജി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അതാത് സംസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. നോക്കൂ, കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണിയല്ലേ, അതുകൊണ്ട് വയനാട് സീറ്റിൽ മത്സരം നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ കെ സുരേന്ദ്രനായിരിക്കും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കാൻ നേരിട്ടെത്തുമ്പോൾ നമുക്ക് ഇന്ത്യ മുന്നണിയെ മത്സരിച്ച് എന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ BJP 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ ഉള്ള സംസ്ഥാനങ്ങളിൽ, BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി മുന്നണി സംവിധാനത്തെ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, രണ്ടാമത് വലിയൊരു കാര്യമുണ്ട്. ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ അതോട് യോജിക്കുകയാണ്. അദ്ദേഹം പറയുന്നു എന്താണ്, കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യമായി അല്ല പലയിടത്തും ജയിച്ചത്. ചിലയിടത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുന്നു, ചിലയിടത്ത് നമ്മുടെ മമതാ ബാനർജിയുടെ പാർട്ടി ഒറ്റയ്ക്ക് ജയിക്കുന്നു. നോക്കൂ, അത് പ്രതീക്ഷാവർഹനിർഭരമാണ്. കാര്യം, ഇന്ത്യ മുന്നണി ഇക്വേഷൻ പോസിബിൾ ആയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും, ഇന്ത്യ മുന്നണി ഇക്വേഷൻ പ്രായോഗികമായിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ജനം BJPയെ തോൽപ്പിച്ചുവെങ്കിൽ ഇന്ത്യ മുന്നണി ഇക്വേഷൻ കൂടി പ്രാവർത്തികമായാൽ ഭൂരിപക്ഷത്തിൽ ആ സീറ്റുകളിൽ വിജയിച്ചു കയറാൻ സാധിക്കും. അപ്പോൾ ശ്രീ രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. അത് വളരെ ഒരു ഡബിൾ എഞ്ചിൻ പവറോടുകൂടി, ഡബിൾ എഞ്ചിൻ ഫ്യൂവലോടുകൂടി അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിന് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധവുമാണ്, അതിൽ സംശയമൊന്നും വേണ്ട. രണ്ടാമതായി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും 12ഓ 14ഓ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക്, സീറ്റുകളിലേക്ക് നിറഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രമായി കാണേണ്ടതില്ല. കാരണം ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അമ്പേ പരാജയപ്പെട്ടു പോകുമെന്നും 400 സീറ്റ് ഞങ്ങൾക്ക് ഈ തവണ ഉണ്ടാകും, അതിന്റെ 100ൽ 1 പോലും കോൺഗ്രസിന് കിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ആ 400ൽ നിന്ന് എത്രയോ പിറകിൽ ഏതാണ്ട് പാതിയോളം സീറ്റുകളിലേക്ക് BJP ഒതുങ്ങുന്നു. 40-45 സീറ്റുകളിലേക്ക് നിന്ന് 100ൽ പരം സീറ്റുകളിലേക്ക്, ഇരട്ടി സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒറ്റയ്ക്കെത്തുന്നു. ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുന്നു. അത് ഈ വോട്ടർമാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ടെന്നും അവർ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും ഇവർ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ കൃത്യമായി ഈ തവണ പ്രതിപക്ഷ നേതൃനിരയിൽ, അത് ചിലപ്പോൾ ബംഗാളിൽ മമതയായിരിക്കും പ്രതിപക്ഷത്തിന്റെ മുഖം,
ചിലപ്പോൾ ബംഗാളിൽ മഹമ്മദി ആയിരിക്കും, കേരളത്തിൽ അത് കോൺഗ്രസ് ആയിരിക്കും, മധ്യപ്രദേശിൽ അത് കോൺഗ്രസ് ആയിരിക്കും, ബീഹാറിൽ അത് തേജസ്വി യാദവ് ആയിരിക്കും. അപ്പോ പ്രതിപക്ഷത്തിന്റെ മുഖം ഏതാണോ ആ മുഖത്തിലോട്ട് ചെയ്യാം. നോക്കൂ, കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് വിളിച്ചു പറഞ്ഞു നടന്നിരുന്ന നരേന്ദ്രമോദിയോട് ഈ 12 സീറ്റിൽ 14 സീറ്റിൽ അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സീറ്റിലെ ജനങ്ങൾ ഒട്ടാകെ പറഞ്ഞു, ഞങ്ങൾ തീരുമാനിക്കുകയാണ്, ഇനി താനാശാ മുക്ത് ഭാരത് മതി, കോൺഗ്രസ് മുക്ത് ഭാരത് അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ താനാശാ മുക്ത് ഭാരത്, അതായത് ഏകാധിപതി ഇല്ലാത്ത ഇന്ത്യ അതുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന്റെ ഫലമാണ്. അതിലെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP ജയിക്കുമ്പോൾ അത് സർക്കാരിനുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിലെ സൈനും, ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി, കോൺഗ്രസ്, നമ്മുടെ മമതാ ബാനർജി അല്ലെങ്കിൽ അഖിലേഷ് യാദവ് അടക്കമുള്ളവരുടെ പാർട്ടികൾ ജയിച്ചു വരുമ്പോൾ ഇതൊരു ചെറിയ തെരഞ്ഞെടുപ്പല്ലേ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ രഞ്ജിത്ത്, അത് ശ്രീ പണിക്കരും പറഞ്ഞു, പ്രിയപ്പെട്ട മോഹൻ വർഗീസ് സാറും പറഞ്ഞു. ഇതിൽ പല സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് BJP വിളിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ്. സാധ്യത ഇല്ലാതിരുന്ന സമയത്ത്, യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സമയമാണ് തെരഞ്ഞെടുപ്പിന് പല സീറ്റുകളിലും. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള കാരണം BJP ആണ്. അതായത് എതിർകക്ഷിയിൽ നിൽക്കുന്നവരെ ചാക്കിട്ട് പിടിക്കുക, അവരെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച്. അതിപ്പോൾ അധികാരം ആർക്കുണ്ടോ അവർ ആ പ്രയോഗം നടത്തുന്നത് ആദ്യമല്ലല്ലോ വസന്ത്. ഇവിടെ BRSന്റെ 7 MLA-മാരെയാണ് നിങ്ങൾ തെലങ്കാനയിൽ കൂറുമാറ്റിയിരിക്കുന്നത്. അതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നിങ്ങൾക്ക് അവിടെ അധികാരമുള്ളപ്പോൾ നിങ്ങൾ അവിടെ പ്രയോഗിച്ചു, BJPക്ക് അധികാരമുള്ളപ്പോൾ അല്ലെങ്കിൽ BJPക്ക് ശക്തി ഉള്ളപ്പോൾ അവർ അവിടെ പ്രയോഗിച്ചു. അതെല്ലാവരും പയറ്റുന്ന തന്ത്രമായി കണ്ടുകൂടെ? അങ്ങനെയാണെങ്കിൽ BRSന്റെ കാര്യം പറയുമ്പോൾ ആ ധാർമ്മികത നിങ്ങൾക്കും വേണ്ടേ? അല്ല, ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ചിലർ തങ്ങൾ നിൽക്കുന്ന മുന്നണി അല്ലെ തങ്ങൾ പ്രതിനിധാനം ചെയ്ത പ്രത്യയശാസ്ത്രം ശരിയല്ല എന്ന് പറഞ്ഞ പാർട്ടി വിട്ട് വരുന്നതും, കള്ളക്കേസ് എടുത്ത് പേടിപ്പിച്ച് ED-യെ വിട്ട് CBI-യെ വിട്ട് പേടിപ്പിച്ച് വട്ടമിട്ട് പിടിച്ച് പണച്ചാക്കുമായിട്ട് ഇറങ്ങി പിടിക്കുന്നതും രണ്ടും രണ്ട് തന്നെയാണ് രഞ്ജിത്ത്. അതിന് സംശയമൊന്നും വേണ്ട. ആർക്കാ സംശയമുള്ളത്? ഈ 122 കേസുകളാണ് മോദിയുടെ കാലത്ത് ED-യും CBI-യും കൂടെ എടുത്തത്. 117 കേസുണ്ടല്ലോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. കേസെടുത്ത് പേടിപ്പിക്കുക, കേസെടുത്ത് വെല്ലുവിളിക്കുക, തങ്ങളുടെ പാളയത്തിലേക്ക് വരാൻ വേണ്ടി പണച്ചാക്കുമായി പുറകെ റാഞ്ചി പറക്കുക. ഈ പണി ചെയ്തവരല്ലേ ഇവർ? ആ പണികളല്ലേ ഞങ്ങൾ ചെയ്ത്? ജനം കൃത്യമായി മറുപടി കൊടുത്തില്ലേ? BJP പാളയത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ വിട്ട്, പ്രതിപക്ഷ ഐക്യസ്വരത്തെ വിട്ട്, രാജ്യത്തിന്റെ പൾസ് അറിയാതെ പോയവരെല്ലാം ഇനി നിങ്ങൾ വീട്ടിലിരുന്നോളൂ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇന്ത്യയുടെ പൾസ് എന്നതിൽ സംശയം വേണ്ട. ഞങ്ങൾ മുമ്പോട്ട് വെച്ച ചില ഞാൻ വളരെ കൃത്യമായി അതുകൊണ്ടാണ് ആദ്യം തൊട്ട് പറഞ്ഞത്, ഇത് ഐഡിയോളജികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ആദ്യം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കും. അത് സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം? കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നില്ല. ഒരു താനാശാ സർക്കാർ, ഒരു ഏകാധിപതി സർക്കാർ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഏറ്റവും ആദ്യത്തെ മുദ്രാവാക്യം. അത് ജനം ഏറ്റെടുത്തു. രണ്ടാമത് ഞങ്ങൾ പറയുന്നു, CBI-യെ വിട്ട്, ED-യെ വിട്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, കേന്ദ്ര ഏജൻസികളെ വിട്ട് വേട്ടയാടി പിടിക്കുന്ന പണി നടത്തുന്നവരെ തോൽപ്പിക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ കൃത്യമായ മൈൽ സ്റ്റോൺ തന്നെയാണ്. വരുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ, തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയുടെ ഇക്വേഷൻ വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്യും. ആ കെമിസ്ട്രി, ആ രസതന്ത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ മടങ്ങിവരവിന്റെ യാഗാശ്വത്തിന്റെ തുടക്കം മാത്രമാണ്. യാഗാശ്വത്തിന്റെ തുടങ്ങുന്ന വേദിയുടെ കടന്നു പോകുന്ന ആദ്യത്തെ 1, 2, 3 സ്ഥലങ്ങൾ മാത്രമാണ് ഇത് നടന്നിരിക്കുന്നതെന്ന് കാത്തിരുന്നോളൂ. ഒട്ടും ഇനി നടക്കാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ശരി ശ്രീജിത്ത്, ഇവിടെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് പരിശോധിക്കാൻ ഉതകുന്ന തെരഞ്ഞെടുപ്പാണോ എന്ന സംശയമാണല്ലോ താങ്കൾ പ്രകടിപ്പിച്ചത്. അങ്ങനെയല്ല എന്ന് താങ്കൾ പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇവർക്ക് പല മുഖങ്ങൾ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കാഹളമായിരുന്നു BJPയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ഒന്നും അവിടെ സംഭവിച്ചില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് മമതയെ തൊടാൻ സാധിക്കുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയം എന്നുള്ളതാണ്. UP-യിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, അവിടെ നിരവധി നേതാക്കൾ പരസ്യമായ നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഇന്നവിടെ പ്രധാനപ്പെട്ട യോഗം അവിടെ ചേർന്നു എന്നുള്ളതാണ്. BJPയുടെ ബാദൽപൂർ MLA രമേശ് മിശ്ര അവിടെ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ ചെറുതല്ല. ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലർക്കെതിരെയും ചോദ്യശരങ്ങൾ ഉയരുന്നുണ്ട്. രണ്ടാം മോദി സർക്കാരിനെ പോലെ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാകുമോ എന്ന് സംശയമുണ്ട്. അതൊക്കെ ഇന്ത്യ സഖ്യത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ ഒരു തുടക്കം
അതിനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ കനത്ത പരാജയം ഉണ്ടായിരിക്കുന്ന സമയത്തെല്ലാം തന്നെ, അത് പ്രാദേശികമായിക്കോട്ടെ, പിന്നെ ദേശീയ തലത്തിലായിക്കോട്ടെ, അതല്ല ഉപതെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ BJPക്ക് തിരിച്ചടി നേരിട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ കാൻഡിഡേച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ ചെയ്തിരുന്നത് കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും സംസ്ഥാനത്ത് ആരാണോ പാർട്ടിയെ ലീഡ് ചെയ്യുന്നത് അവരുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായി പരിഗണിക്കാതിരിക്കുകയും ചെയ്തിരുന്നതിന്റെ ഫലം പല സ്ഥലങ്ങളിലും അവർ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ല, മുമ്പ് പല സ്ഥലങ്ങളിലും. ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥിയല്ല പകരം മത്സരിപ്പിച്ചത് എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3-4 ലക്ഷം വോട്ടിന് ജയിച്ചിരുന്നയാൾ അവിടെ പകരം വന്നിരുന്നയാൾ വലിയ മാർജിനിൽ പരാജയപ്പെടുന്നു. പിന്നീട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, എനിക്കൊന്ന് ബൈപോൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് പറയുന്ന കാൻഡിഡേറ്റിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം ഇതേപോലെ തന്നെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് BJP രാഷ്ട്രീയം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. എപ്പോഴൊക്കെ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരുടെ അവരുടെ ലിസ്റ്റ് അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം തന്നെ കനത്ത തിരിച്ചടി BJPക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വസന്ത് ഇവിടെ പറയുന്നത് BJP പരാജയപ്പെടുന്നല്ലോ. അതായത് ഇന്ത്യ സഖ്യം എന്ന നിലയ്ക്കല്ല മത്സരിക്കുന്നത് എങ്കിൽ പോലും പഞ്ചാബിലാണെങ്കിലും അതല്ല എങ്കിൽ പിന്നെ ബംഗാളിലാണെങ്കിലും ഒക്കെ തന്നെ BJP എന്ന പാർട്ടി പരാജയപ്പെടുന്നുണ്ടല്ലോ, അത് ശുഭകരമാണ്. മറ്റുള്ള പാർട്ടികൾ സഖ്യമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ജയിച്ചു എന്നുള്ളത് നല്ലതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒരുപക്ഷെ ശ്രീ വസന്ത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയം എന്ന നിലയ്ക്കല്ല, നേരെ മറിച്ച് BJP വിരുദ്ധ കക്ഷികളുടെ വിജയം, അവർ 10 സീറ്റ് നേടി എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് അവരുടെ ഡ്യൂ ക്രെഡിറ്റ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിന്റെ പെട്ടിയിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്, ശ്രീ വസന്ത് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് BJPയെ പരാജയപ്പെടുത്താനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നു പഞ്ചാബിൽ, അതേപോലെ തന്നെ പിന്നെ മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിന് സാധിക്കുകയാണ് ബംഗാളിൽ. പക്ഷേ അത് BJP വിരോധം എന്നത് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം അത് കോൺഗ്രസിന്റെ കൂടി വിജയമാണ് എന്നല്ല. ഇപ്പോൾ ശ്രീ വസന്തിന് പറയാൻ കഴിയുമോ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒരു സീറ്റിൽ ജയിച്ചിരിക്കുന്നു, 4 സീറ്റുകൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു, അത് ഞങ്ങളുടെ കൂടി വിജയമാണ് എന്ന് പറയാൻ കഴിയുമോ? കാരണം ഈ പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതായത് BJP കോൺഗ്രസ് വിരുദ്ധ ഭാരതം എന്നതിനാണ് പിന്നെ പ്രയത്നിക്കുന്നത് എങ്കിൽ അതേ ആശയത്തോടു കൂടി പഞ്ചാബിൽ നിങ്ങളെ തുടച്ചു നീക്കിയതും അതേപോലെ തന്നെ ബംഗാളിൽ നിങ്ങളെ തുടച്ചു നീക്കിയിരിക്കുന്നതും നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന പാർട്ടി തന്നെയാണ്. അപ്പൊ അത് നിങ്ങളും അവിടെ നിന്ന് മത്സരിക്കുന്നു, ഇവർക്കെതിരെ മത്സരിക്കുന്നു, എന്നിട്ട് പരാജയപ്പെടുന്ന സമയത്ത് മറ്റവരാണല്ലോ ജയിച്ചത് അതുകൊണ്ട് അത് ഞങ്ങളുടെ കൂടി വിജയമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിന്നെ ഇതിലെ കെട്ടുറപ്പിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് മമതാ ബാനർജിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ മുന്നോട്ട് വരുന്നു, അവർ കൂടുതലായിട്ടുള്ള വിജയം നേടുന്നു. പക്ഷേ ആ വിജയം എന്നതിന്റെ ക്രെഡിറ്റ് ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികൾക്ക് എത്രത്തോളം അവർ നൽകുന്നു, അവരോടൊപ്പം തന്നെ വരാനായിട്ട് കൂട്ടാക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു പ്രതിനിധിയെ പറഞ്ഞ് വിടുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെല്ലാ പാർട്ടികളുടെയും ടോപ്പ് ലീഡേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങുകളിൽ മമതാ ബാനർജി വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പൂർണ്ണമായിട്ട് ഇതിനോടൊപ്പം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവരിത് നേടിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കൂടി വിജയമാണ് എന്ന് പറയണമെങ്കിൽ അവർ നിങ്ങളോടൊപ്പം ആശയപരമായിട്ടെങ്കിലും ഒപ്പം ഉണ്ടാകണം. അതില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത് ശ്രീ വസന്ത് പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്, എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അറേഞ്ച്മെന്റ് എന്താണ് എന്നത് നോക്കിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുക എന്ന് പറയുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്? പ്രാദേശികമായിട്ടുള്ള പഞ്ചാബിലെ അറേഞ്ച്മെന്റ് അനുസരിച്ച് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കെതിരെയും BJPക്കെതിരെയുമാണ്, അല്ലെങ്കിൽ അവിടെ ശിരോമണി അകാലിദൾ പോലെയുള്ള പാർട്ടികൾക്ക് എതിരെയാണ്. പ്രാദേശികമായിട്ടുള്ള അറേഞ്ച്മെന്റ് അനുസരിച്ച് ബംഗാളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നത് ആർക്കെതിരെയാണ്? CPM-നെതിരെയാണ്. അത് ഈ സഖ്യത്തിലുള്ള കക്ഷിയാണ്. തൃണമൂൽ കോൺഗ്രസ് ഈ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്നു, BJPക്കെതിരെയാണ്. ഞാൻ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ കിട്ടിയിരിക്കുന്ന 5 സീറ്റുകളെയും കൂടി ചേർത്തിട്ട് ഇന്ത്യ സഖ്യം ഇവിടെ 10 സീറ്റ് ജയിച്ചേ എന്ന് പറയുന്നത് എന്തിനാണ്? കാരണം നിങ്ങൾ തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇന്ത്യ സഖ്യം പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യില്ല. അപ്പൊ വർക്ക് ചെയ്യാത്തത് മറ്റുള്ളവരുടേതും കൂടി എടുത്തിട്ട് അവിടെ പരാജയപ്പെട്ട ഒരു പാർട്ടി ഇതും ഞങ്ങളുടേതാണേ എന്ന് ക്ലെയിം ചെയ്യുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഈ ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടർത്തി മാറ്റുക, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, അതിപ്പോ BRSന്റെ ഉദാഹരണം ഇവിടെ പിന്നെ ശ്രീ രഞ്ജിത്ത് പറയുകയും ചെയ്തു.
നോക്കൂ, ഞങ്ങൾ ആൾക്കാരെ മാറ്റിയെടുക്കുക, ഞങ്ങളോടൊപ്പം ആൾക്കാർ വരിക, അതൊക്കെ തന്നെ ആദർശമാണ്, ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ള ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് മാത്രം പണം കൊടുത്തോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ആണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള യുക്തിയുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോൺഗ്രസിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് NCPയുടെ 2 ഫാക്ഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താക്കറെ വിഭാഗത്തിന്റെ 2 ഫാക്ഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ JDS നേരത്തെ 70 സീറ്റ് നേടിയിരുന്ന കോൺഗ്രസ് 30 സീറ്റുള്ള JDSനെ ഒപ്പം കൂട്ടിയിട്ട് അവരുടെ പിന്നെ കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാനായിട്ട് തുടങ്ങുന്നു. ഇതെല്ലാം തന്നെ ഈ രീതിയിലുള്ള പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹിമാചൽ പ്രദേശിൽ പിന്നെ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരോ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരോ ഇപ്പൊ BJPയോടൊപ്പം വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. എത്ര പേരെ ഇഡിയെ കാണിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്? അത് ഇഡിയെ കാണിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നതൊന്നുമല്ല. നേരെ മറിച്ചത് പവറിലേക്കുള്ള അവരുടെ ഒരു അത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളും, BJP അടക്കമുള്ള എല്ലാ പാർട്ടികളും ഇന്ത്യയിൽ പയറ്റുന്ന ഒരു മാർഗം തന്നെയാണ്. അത് തെറ്റാണോ? എല്ലാം തെറ്റാണ്. ഇത് മാത്രമല്ല തെറ്റ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും മറ്റുള്ള പാർട്ടികളാണെങ്കിലും ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡിയോളജി എന്ന രീതിയിലല്ല. ഇവിടെ ഐഡിയോളജി പറയാൻ പറ്റുന്ന പാർട്ടി ആരാ? ഞാൻ നോക്കിയിട്ട് ദേശീയ തലത്തിലാണെങ്കിലും ഐഡിയോളജി പറയാൻ പറ്റുന്ന പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള വളരെ കുറച്ച് പാർട്ടികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇങ്ങനെ ചില പാർട്ടികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ കരുതുന്നില്ല വളരെ കൃത്യമായിട്ടുള്ള ഐഡിയോളജിയോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് മറ്റുള്ള ഇന്ത്യയിലുള്ള പല പാർട്ടികളും. ആം ആദ്മി പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെ പറ്റിയോ ഒന്നും തന്നെ അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഐഡിയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ BJP എന്ന് പറയുന്നത് ഐഡിയോളജി ഡ്രിവൻ പാർട്ടിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദുത്വ അല്ലെങ്കിൽ കൾച്ചറൽ നാഷണലിസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നവും അത് തന്നെയാണ്. അതായത് ഐഡിയോളജിയോടുകൂടി നീങ്ങുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആൾക്കാരെ അടർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് 2-3 മാസം നമ്മുടെ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ അവർക്കൊരു സീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അവർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഇത്രയും നാൾ നമ്മുടെ ഐഡിയോളജിയോടൊപ്പം ആയിരുന്നില്ല എന്നതുകൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് പാർട്ടി കേഡർമാർ പോലും തയ്യാറാകണമെന്നില്ല. ഇപ്പൊ താങ്കൾ നോക്കിക്കോളൂ, ഹിമാചൽ പ്രദേശിലും മറ്റും BJPയിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ അവർ മത്സരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും കഴിഞ്ഞ തവണ കിട്ടിയിരിക്കുന്ന വോട്ടുകളൊന്നും പലർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കുന്നതിന്റെ കാരണം പത്മനാഭന്റെ അഭിമുഖം അദ്ദേഹം തുറന്നു പറഞ്ഞ അഭിമുഖം ഇന്ന് ഞാൻ അല്പം മുമ്പ് കാണുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, താങ്കൾ പറഞ്ഞ പോലെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നവർ മറ്റ് പാർട്ടികളിൽ നിന്ന് ഒരുപാട് ആളുകളെ, ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നു. പക്ഷെ അവർ ആ തരത്തിൽ പാർട്ടിയുടെ ഈ മറ്റ് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുകളിൽ പ്രതിഷ്ഠിക്കുന്നു, സീറ്റ് കൊടുക്കുന്നു, മന്ത്രിമാരാക്കുന്നു. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പരീക്ഷിച്ചു വന്നതാണ്. പക്ഷെ അതൊന്നും, അതിനെതിരെ വിമർശനം ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേതാക്കളിൽ നിന്ന് ഉയരുന്നത് എന്നുള്ളതാണ്. അല്ല രഞ്ജിത്ത്, ഇതിലെ വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഒരു ഐഡിയോളജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി വന്ന പാർട്ടിയല്ല. എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതും തൃണമൂൽ കോൺഗ്രസ് ലാർജ്ലി അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഐഡിയോളജി ഡ്രിവൺ അല്ലാത്ത നേരെ മറിച്ചൊരു പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ നിന്ന് ആൾക്കാരെ അടർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും ജയിപ്പിക്കാൻ കഴിയും. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡിയോളജിയുടെ ഭാഗമല്ല, ഇതൊരു അവിയൽ മിക്സ് ആണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ BJPയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്ന ആൾക്കാർ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുകയും നേരെ മറിച്ച് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലത്ത് മറ്റുള്ള പാർട്ടികളിൽ നിന്നോ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർ BJP ടിക്കറ്റിലേക്ക് വന്നിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിയുന്ന സമയത്ത് പരാജയപ്പെടുകയും ചെയ്യുന്നത്. കാരണം അതിനെ ഐഡിയോളജി എന്ന് പറയുന്നത് അവിടെ ഒരു ഫാക്ടറാണ്. അത് ഫാക്ടർ ആവുന്നത് കൊണ്ട് അത് BJPക്ക് ഒരു ബേർഡൻ ആണ്, മറ്റുള്ള പാർട്ടികൾക്ക് അത് ബേർഡൻ ആകണമെന്നില്ല. ഇപ്പൊ നമ്മളറിയാം കോൺഗ്രസിൽ തന്നെ ഇതേപോലെ BJPയിൽ ദീർഘകാലം മത്സരിച്ചതിന് ശേഷം വരുന്നു, പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നു, മത്സരിക്കുന്നു. എത്രയോ ആൾക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം ആൾക്കാർക്ക് നമ്മുടെ കൂടെ നിന്നിരിക്കുന്ന ആൾക്കാരല്ല, നമ്മുടെ ഐഡിയോളജി എതിർത്തിരിക്കുന്ന ആൾക്കാരാണ്, നമ്മളോട് ചേർന്ന് പോകുന്ന ആൾക്കാരല്ല. ഇവിടെ ഈ ഐഡിയോളജി ഫർദർ ചെയ്യുന്നതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് വന്നിരിക്കുന്ന പ്രാദേശിക നേതാക്കളുണ്ട്. അവരുടെ അവസരം പലപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് എന്നുള്ള തോന്നൽ അത് ഈ ഐഡിയോളജി സെൻട്രിക് ആയിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഉണ്ടാകാം. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേതാവിനോടുള്ള അടുപ്പം എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ. നമ്മൾ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ RJD ആയിക്കോട്ടെ, നമ്മുടെ DMK ആയിക്കോട്ടെ, TMC ആയിക്കോട്ടെ, ഈ പാർട്ടികളെല്ലാം തന്നെ ചില പാർട്ടികൾക്ക് നാഷണൽ സ്റ്റാറ്റസ് ഉണ്ട് എങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ സ്വഭാവം തന്നെയാണ് ഇവർക്കുള്ളത്. ഇതെല്ലാം പേഴ്സൺ സെൻട്രിക് പാർട്ടിയാണ്. ഇതിൽ ഒരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആര് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരാളിന്റെ എത്രത്തോളം വ്യക്തിപ്രഭാവം നിലനിർത്താൻ കഴിയുമോ അത് ഇല്ലാതെയാകുന്ന സമയത്ത് ആ പാർട്ടിയാണ് ഇല്ലാതെയാകുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം മായാവതിയുടെ BSP ആണ്. ശരി, തിരിച്ചു വരാം. മോഹൻ വർഗീസ്, ഇവിടെ നമ്മളെ വസന്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ അജണ്ടയുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചു, ചില സംസ്ഥാനങ്ങളിൽ ഒഴികെ. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുഖങ്ങളുള്ള സംസ്ഥാനങ്ങൾ, മമതാ ബാനർജി അവിടെ പരാജയപ്പെടുത്തുന്നു, അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ BJPയെ പരാജയപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ആളുകൾ ഉള്ളപ്പോൾ എന്തിന് ഒരു സഖ്യം? അപ്പോൾ
ആ സഖ്യമില്ലാന്നിട്ട് പോലും BJPക്ക് പരാജയം സംഭവിക്കുമ്പോൾ സഖ്യമുണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. അങ്ങനെ ആ തരത്തിലുള്ള ചിന്ത കൂടി ഉണ്ടാകുന്നു. ഈ ഒരു അജണ്ട, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇനിയും ഇത്തരത്തിൽ അവർ പ്രായോഗികമാക്കാനുള്ള ശ്രമങ്ങളാകും മുന്നോട്ട് കൊണ്ടുപോകാൻ സംശയമില്ല. കാരണം സഖ്യമുണ്ടാകാത്ത സംസ്ഥാനങ്ങൾ കേരളവും ബംഗാളും പഞ്ചാബും ഒക്കെ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും വിജയം ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പോലും BJP എതിർക്കുന്നവർക്കുണ്ടാകുന്നു എന്നതല്ലേ പ്രധാനം? അങ്ങനെ നമുക്ക് കാണാം ശ്രീ രഞ്ജിത്ത്. പക്ഷേ ഇന്ത്യ മുന്നണിയെ നമ്മൾ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കിയാൽ അതിനൊരു മുൻ രൂപമില്ല. ഒരിക്കൽ പോലും ഈ രീതിയിൽ ഒരു കോalition ഉണ്ടായിട്ടില്ല. പല മുന്നണി സംവിധാനങ്ങളും ഭാരതം പരീക്ഷിച്ചിട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്, ദേശീയ തലത്തിൽ വിജയിച്ച മുന്നണികളും പരാജയപ്പെട്ട മുന്നണികളും ഉണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഓപ്പറേഷണൽ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി റെപ്രസെന്റ് ചെയ്യുന്ന ചില ചിന്താധാരകൾക്ക് ഒരു തടയിടാൻ വേണ്ടി ഒരു ബാലൻസിങ് ഫാക്ടർ എന്ന നിലയിൽ യോജിക്കാവുന്ന പരമാവധി മേഖലകളിൽ യോജിക്കുകയും എന്നാൽ യോജിക്കാനാവാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം പോലെയുള്ള, ബംഗാൾ പോലെയുള്ള, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി പരസ്പരം മത്സരിക്കുകയും ചെയ്യുക എന്ന ഒരു മുൻധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഏകശിലാ സംവിധാനം എന്ന നിലയിൽ എല്ലാ പാർട്ടികളും ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ആ പാർട്ടിക്കില്ല. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമായും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ ഓരോ സംസ്ഥാനത്തെയും വ്യത്യസ്തമായും കാണുന്ന ഒരു സമീപനമാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു സിംഗിൾ പർപ്പസ് പാർട്ടിയാണ്. ഇപ്പോൾ എന്ത് വില കൊടുത്തും BJPയുടെ ഒരു നേർവാഴ്ച അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതിൽ ഭാഗികമായി ഇന്ത്യ മുന്നണിക്ക് സക്സീഡ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യപ്പെടാം. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ രാഷ്ട്രീയം പെട്ടെന്ന് മാറി മറിയും, ശരിയാണ്. പക്ഷെ 5 വർഷത്തിനുള്ളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കാരണം BJPയുടെ വൾനറബിലിറ്റി അല്ലെങ്കിൽ അത് ഇൻവിൻസിബിൾ അല്ല എന്ന ഒരു ധാരണ ഇന്ത്യയുടെ ജനസാമാന്യത്തിന്, പ്രത്യേകിച്ച് വോട്ടർമാർക്ക് തോന്നി എന്ന് നമ്മൾ സ്വതന്ത്രമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് BJP പരാജയപ്പെടുത്താനാവും. എന്നാൽ ഒരു കേവലം 2-3 മാസം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല പൊതുധാരണ. അതുകൊണ്ട് ഈ ഒരു രൂപപ്പെട്ടു വരുന്ന പൊതുധാരണയെ കുറച്ചുകൂടെ ദൃഢമാക്കി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന തലങ്ങളിൽ ചില വൈജാത്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ സാധിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 13 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രായോഗികമായിട്ട് തന്നെയാണ്. ബംഗാളിലെ കാര്യം നോക്കൂ, അവിടെ 4 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ 4 ഇന്ത്യ മുന്നണി പ്രസക്തമായിരുന്നില്ല. തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിച്ചു, BJP ഒറ്റയ്ക്ക് മത്സരിച്ചു, കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് മത്സരിച്ചു. അവർ മത്സരിക്കാതെ ഇരുന്നില്ല. തൃണമൂലിന് ഒരു കൈ സഹായം ഞങ്ങൾ ചെയ്തു തരാം, BJP എതിർക്കാൻ അവരാണ് ബംഗാളിൽ നല്ലത്, അതുകൊണ്ട് ഞങ്ങൾ ഒരു കൈ സഹായം ചെയ്യാം എന്ന് കോൺഗ്രസോ ഇടതുപക്ഷമോ വിചാരിച്ചില്ലല്ലോ. അവർ അവരുടെ ഒരു സ്പേസിന് വേണ്ടി അവരവിടെയും മത്സരിച്ചു. പക്ഷെ തൃണമൂൽ എന്ന നിലയിൽ തന്നെയാണ് ജയിച്ചത്. ഇന്ത്യ മുന്നണിക്ക് ബംഗാളിൽ ജയിച്ച ആ 4 സീറ്റിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആവില്ല. അതുപോലെ പഞ്ചാബിൽ മത്സരിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്കും ആം ആദ്മി പാർട്ടിക്കും പഞ്ചാബിൽ മുന്നണിയായി ചേർന്ന് മത്സരിക്കാനാവില്ല. അങ്ങനെ മത്സരിച്ചാൽ പ്രതിപക്ഷ സ്പേസ് BJP കൊണ്ടുപോകും എന്ന ഒരു പേടിയായിരിക്കാം ഒരുപക്ഷെ. അത് മാത്രമല്ല, പ്രബലമായ 2 കക്ഷികൾ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയുമാണ്. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ കണ്ടു 13 ലോക്സഭാ സീറ്റുകളിൽ 8 കോൺഗ്രസിനാണ് നേടാനായത്, 3 മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നേടാനായത്. ഇവിടെ BJPയുടെ പ്രസൻസ് വളരെ കുറവാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJPയെ വളർത്താൻ ഈ 2 കക്ഷികളും അനുവദിക്കില്ല. അതുകൊണ്ട് പരസ്പരം മത്സരിക്കാം. ഇനി കേരളത്തിലേക്ക് തന്നെ വരും. കേരളത്തിൽ UDF സംവിധാനവും LDF സംവിധാനവും ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ സംഭവിക്കില്ല, അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ BJP ആയിരിക്കും ഏറ്റവും കൂടുതൽ വളരുന്നത്. കാരണം BJPക്ക് ആ ഒരു സിംഗിൾ ഓപ്പോസിഷൻ സ്പേസിലേക്ക് NDAക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയും. ആ അവസരം ഒഴിവാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ തന്നെയാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഇനി ബീഹാറിലേക്കൊന്ന് വരും. ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. ആ ബീഹാറിലെ ഒരു സീറ്റിൽ മാത്രമാണ്, ഒരു നിയമസഭാ സീറ്റിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്.
അവിടെ മാത്രമാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഒരു കൊഹിസീവ് അഡ്ഹസീവ് ഇഫക്റ്റ് പരിശോധിക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ഇന്ത്യ മുന്നണി 3ാം സ്ഥാനത്തായി. രാഷ്ട്രീയ ജനതാദളിന് വേണ്ടി, അതായത് ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചത് ഭീമാ ഭാരതി എന്ന ലേഡിയാണ്. ഭീമാ ഭാരതിയുടെ പൂർവാശ്രമം എന്ന് നോക്കിയാൽ അവർ ജനതാദളിൽ നിന്നും വരുന്ന ആളാണ്. ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് വേണ്ടി മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയ ആളാണ്. അത് പപ്പു യാദവ് ആണ് ജയിച്ചത് പൂർണിയ മണ്ഡലത്തിൽ. അവിടെ ജനങ്ങൾ ഓടിച്ചിട്ട് തോൽപ്പിച്ച ആളെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിർത്തി ജയിപ്പിക്കാൻ RJD കാണിച്ച സാഹസം, അവിടെ കോൺഗ്രസ് പാർട്ടിയും മറ്റ് ഘടകകക്ഷികളും എല്ലാം തന്നെ ഭീമാ ഭാരതിയുടെ പിന്നിലാണ്. പക്ഷെ ഭീമാ ഭാരതിക്ക് നാണം കെട്ട തോൽവിയാണ് ഇവിടെ സംഭവിച്ചത്. 3ാം സ്ഥാനത്തേക്ക് പോയി. സ്വതന്ത്ര സ്ഥാനത്ത് ജയിച്ചു വന്നു. BJP 2ാം സ്ഥാനത്തായി. ഭീമാ ഭാരതി എന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ സദാചാരത്തിന് വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ആ രാഷ്ട്രീയ സദാചാരം ഇല്ലാത്ത പ്രവർത്തനം BJP കാട്ടിയാലും ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷി കാട്ടിയാലും അതിന് വിയോജിപ്പുണ്ട്. പക്ഷെ ബംഗാളിലെ മാത്രം നമ്മൾ മാറ്റി നിർത്തുക, അത് മമതാ ബാനർജിയുടെ വ്യക്തിപരമായ ഒരു മേൽക്കോയ്മയും വിജയവും തന്നെയായി നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ മൊത്തത്തിലെ കെട്ടുറപ്പ് പരിശോധിക്കാൻ പര്യാപ്തമായ ഒരു തെരഞ്ഞെടുപ്പേ ആയിരുന്നില്ല ഇത്. പക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഓപ്പറേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായ ധാരണകൾ ലഭിക്കുന്നു. പ്രാദേശികമായ അറേഞ്ച്മെന്റിൽ ഇങ്ങനെ പോകാനേ പറ്റൂ. എന്നാൽ അത് മതിയാകും ഒരുപക്ഷെ BJPയെ ഒരുപക്ഷെ തളച്ചിടാൻ അത് മതിയാകും എന്ന ഒരു ധാരണ ഇപ്പോൾ ഘടകകക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് ഒന്നിക്കാവുന്ന, ഒരുമിക്കാവുന്ന എല്ലാ അവസരങ്ങളിലും അവർ BJPക്കെതിരെ കൈകോർത്ത് നിൽക്കുകയും എന്നാൽ പരസ്പരം പോരാടേണ്ട ഇടങ്ങളിൽ മാത്രം പരസ്പരം പോരാടുകയും ചെയ്യുക എന്ന ഒരു ധാരണ ഇന്ത്യ മുന്നണി കക്ഷികൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അതൊരുപക്ഷെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ഉണ്ടാകുന്നത്. അത് ജനാധിപത്യത്തിന് നല്ലതാണ്. ഒരു പ്ലൂറലിസ്റ്റ് പോളിറ്റിയിൽ വളരെ നല്ലതാണ്. അത് ആരോഗ്യപരമായി കാലുമാറ്റവും കൂറുമാറ്റവും കുതികാൽവെട്ടുകളും ഇല്ലാതെ കുറച്ചുകൂടെ ആരോഗ്യമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് വളരെ വലിയ മുതൽക്കൂട്ടാകും. അങ്ങനെ ഒരു തന്ത്രം പയറ്റി ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നുള്ളത് തന്നെയാണോ? ഒപ്പം ശ്രീജിത്ത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ഒരു ഉരകല്ലായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP തോറ്റമ്പും എന്ന് പറയത്തക്ക രീതിയിൽ ഇതിനെ ഈ ഫലം സൂചനകൾ നൽകുന്നുണ്ടോ എന്നതും സംശയമല്ലേ? ശ്രീ രഞ്ജിത്ത് നോക്കൂ, ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞ സംസ്ഥാനങ്ങൾ ബംഗാൾ അല്ലെങ്കിൽ പഞ്ചാബ്, ഇവിടെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി ആയാണോ മത്സരിച്ചത്? ബംഗാളിൽ മമതാ ബാനർജി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, പ്രീ പോൾ അലയൻസ് എന്ന് പറയുന്ന സംവിധാനവുമായി നമ്മൾ ചേർന്ന് പോകാൻ തയ്യാറില്ല. അവർ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ശേഷം സാധ്യതകൾ ഉണ്ടാകുമ്പോൾ BJP മുക്ത് ഭാരതിന് വേണ്ടി പ്രത്യേകമായി മോദി ഈ ഒരു ഏകാധിപതിയെ മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് ഒരുമിക്കാം. തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേർതിരിഞ്ഞ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുകയും അതിനുശേഷം വേർതിരിഞ്ഞ് ഇന്ത്യ മുന്നണി അല്ലാതെ മത്സരിക്കുകയും ചെയ്ത ഒരു സിനാറിയോ അവിടെ ഇല്ല. പഞ്ചാബിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ്. അതായത് കേരളത്തിന്റെ അവസ്ഥയാണ്. കേരളത്തിൽ നാളെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യ മുന്നണിയാണല്ലോ, CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാവും? അതേ രീതിയിലാണ് പഞ്ചാബിൽ കേരളത്തിൽ എങ്ങനെയാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ മത്സരിച്ചത്, അതേപോലെയായിരുന്നു പഞ്ചാബിൽ മത്സരിച്ചത്. അതാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചിട്ട് പിന്നീട് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ബൈ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി അല്ലാതെ മത്സരിച്ച സീറ്റുകൾ ഒന്നുമേ ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24-ൽ മോദി നാഗൂർ എന്ന് പറഞ്ഞിടത്ത് നിന്ന് കൂപ്പുകുത്തി വീണ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ മത്സരിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഈ സീറ്റുകളിൽ മത്സരിച്ചത്. പുതിയ ഡെവലപ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ അന്നുണ്ടാക്കിയ അതേ അഡ്ജസ്റ്റ്മെന്റ്, അന്നുണ്ടാക്കിയ അതേ തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. നോക്കൂ, അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു കാര്യം കൂടി, ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, തോറ്റുപോയ ഒരു മുന്നണി, സ്വാഭാവികമായി ഞങ്ങൾ തോറ്റുപോയവരാണ്, വളരെ നിസ്സാരമായ സീറ്റുകളുടെ പുറത്താണെങ്കിൽ പോലും തോറ്റുപോയ ഒരു മുന്നണിയാണ്. ആ തോറ്റുപോയ മുന്നണി, പ്രത്യേകിച്ച് ഏകാധിപതിയായിരുന്ന ഒരാൾ 10 വർഷം ഭരിച്ചെടുത്തത് അയാൾക്ക് വീണ്ടും
സ്വാഭാവികമായ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്ന പ്രതീക്ഷ നിലനിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നണി യോഗം, അതായത് ഭരണം കിട്ടിയ എൻഡിഎയുടെ മുന്നണി യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർക്കുന്നതിന് മുമ്പ് ഒരു പാർട്ടി പോലും കൊഴിയാതെ, ഒരു MP ഉള്ള പാർട്ടി പോലും കൊഴിയാതെ, തോറ്റുപോയ MP മാർ ആരുമില്ലാത്ത പാർട്ടി പോലും കൊഴിയാതെ ഞങ്ങൾക്ക് കൃത്യമായി AICCയുടെ ആസ്ഥാനത്ത് ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു ചേർക്കാൻ സാധിച്ചു. മറന്നുപോയോ? അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ മുന്നേറ്റം അല്ലേ? അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പല്ലേ? നോക്കൂ, ഞങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്ന് പൂർണ്ണമായും മനസ്സിലായെന്നേ. റിസൾട്ട് വന്ന ശേഷം പൂർണ്ണമായും ഭരണം നമുക്കില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തിരിച്ചറിഞ്ഞു. മോദി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് മനസ്സിലാവുന്നു. ഏത് മോദി? ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ ഞാൻ നേരത്തെ പറഞ്ഞ EDA CBI ഒക്കെ ഇട്ട് വേട്ടയാടിയ മോദി. ആ മോദിക്ക് 3ാം ടൈം കിട്ടുന്നു എന്നറിഞ്ഞിട്ടും ഇന്ത്യ മുന്നണിയിൽ ഒരു MP മാത്രമുള്ള പാർട്ടി പോലും NDA യോഗത്തിനും മുമ്പ് ഇന്ത്യ മുന്നണി യോഗം വിളിച്ച AICC ആസ്ഥാനത്ത് എത്തിയെങ്കിൽ അതിനേക്കാൾ വലിയ എന്ത് കെട്ടുറപ്പാ, രാഷ്ട്രീയ കെട്ടുറപ്പാ ഞങ്ങൾ കാണിക്കേണ്ടത്? ഒന്നും കാണിക്കാനില്ല. നോക്കൂ, ഇതൊരു പ്രവചനമായി എടുത്തോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. 2025 ഇന്ത്യ മുന്നണിയുടെ ഗോൾഡൻ ഇയർ ആയിരിക്കും. ഈ സർക്കാർ താഴെ പോകും. അത് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ താഴെ പോകും, സംശയം വേണ്ട. നിതീഷ് കുമാർ എങ്ങനെയാ ബീഹാറിൽ NDA സഖ്യത്തിൽ നിന്ന് വിട്ട് പിന്നീട് ഞങ്ങളുടെ ഒപ്പം ഒരു ടീമിൽ വന്നത് എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അറിയാമോ? എന്റെ പാർട്ടിയെ പിളർത്തി അധികാരം പിടിക്കാൻ BJP ശ്രമിക്കുന്നു എന്ന് മീറ്റ് വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഈ തവണ സ്പീക്കർ സ്ഥാനം അവർക്ക് വേണമെന്ന് അവരടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടത്. കൂടെ നിൽക്കുമ്പോഴും കൂടെ കിടക്കുന്നവരെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ കൂടെ കിടക്കുന്നവൻ ഇപ്പോഴും ആ പേടിയുണ്ട്. പേടിച്ച് വിറച്ചാണ് ഒരേ കട്ടിലിൽ നിതീഷ് കുമാർ കിടക്കുന്നത് മോദിയുടെ കൂടെ. കാര്യം എന്താണ് സ്വന്തം പാർട്ടിയെ പിളർത്തുന്നതെന്ന് നിതീഷിന് അറിയില്ല, TDPക്ക് അറിയില്ല. ആ ഭയം അവർക്കുണ്ട്. ആ പണിയുമായി അവരിറങ്ങും, BJP ഇറങ്ങും. അവർക്കൊരു കംഫർട്ടബിൾ സീറ്റ് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്വന്തം കൂടെയുള്ള പാർട്ടികളെ പുലർത്താനും മടിക്കാത്ത പാർട്ടിയാണ് BJP. അത് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവർ 25 ആവർത്തിക്കും. ആ ആവർത്തിക്കുന്നതിന് നിതീഷ് കുമാറും ബാക്കിയുള്ള കക്ഷികളും ചേർന്ന് അവർക്ക് തിരിച്ചടി കൊടുക്കും. 2025 RSSന്റെ 100ാം വാർഷികാഘോഷം പൂർത്തിയാവുന്നതിന് ശേഷം RSS ഈ മോദി അമിത്ഷാ ത്രയമുണ്ടല്ലോ, മോദി അമിത്ഷാ അച്യുതണ്ട്, ആ അച്യുതണ്ടിനുള്ള പൂർണ്ണമായ പിന്തുണ പിൻവലിക്കും. RSSനെ മൈൻഡ് ചെയ്യാതെ, അവരുടെ വാക്കു കേൾക്കാതെ ഞങ്ങളാണ് ഏകാധിപതികൾ എന്ന് പറയുന്ന പോകുന്നവർക്ക് 25 അവർ തിരിച്ചടി കൊടുക്കും. അപ്പോഴൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ജനാധിപത്യ പരമല്ലാത്ത രീതിയിൽ ഇതിനെ അട്ടിമറിക്കാനൊന്നും ശ്രമിക്കില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ, അതാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി ആദ്യം ഞാൻ കോട്ട് ചെയ്ത അതേ മല്ലികാർജുന കൃത്യമായി പറഞ്ഞില്ല, ഞങ്ങൾ കാത്തിരിക്കും. ഞങ്ങൾക്ക് ഡെമോക്രാറ്റിക് ആയ ജനാധിപത്യപരമായ ഒരു അവസരം ഉണ്ടാകുന്നോടം വരെ ഞങ്ങൾ കാത്തിരിക്കും. അത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പണ്ടെടുത്ത് ഞങ്ങൾ ക്വിക്ക് ചെയ്യും, ഞങ്ങൾ ഗോൾ അടിക്കും. അതിലെന്താ സംശയമുള്ളത്? അതുകൊണ്ട് വളരെ കൃത്യമായി എഴുതി വെച്ചോളൂ, 2025 ഇന്ത്യ മുന്നണിയുടെ ഗോൾഡൻ ഇയർ ആയിരിക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം ഈ തുടർച്ചയായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 100 സീറ്റിലേക്ക് എത്തിയതിൻ്റെയും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയപ്പോഴൊക്കെ കോൺഗ്രസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തൽക്കാലം അത്തരം സൂചനകളൊന്നുമില്ല. കേന്ദ്രത്തിൽ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. മോദി പഴയതുപോലെ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. സർക്കാർ അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നു. അസംതൃപ്തരായ ഘടകകക്ഷികൾ എന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. അപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. ശ്രീ രഞ്ജിത്ത്, ഇതില് പിന്നെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതും കൂടി നമ്മളൊരു പക്ഷേ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന 13 സീറ്റുകളിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ എത്ര ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് കൂടി നല്ലതായിരിക്കും. എത്ര സീറ്റുകളാണ് BJPയുടെ സിറ്റിംഗ് സീറ്റുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നത് അതിനകത്തിൽ വെസ്റ്റ് ബംഗാളിലുള്ള റായ്ഗഞ്ച് മാത്രമായിരുന്നു BJPയുടെ സിറ്റിംഗ് സീറ്റ് എന്നാണ്. അത് ഇത്തവണ അവർക്ക് നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് അവർക്ക് അവരുടെ കയ്യിൽ ഇല്ലാതിരുന്ന 2 സീറ്റുകളാണ് അവർ നേടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പറയുന്നുണ്ട്, ഇപ്പൊ ബദ്രിനാഥ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ? ബദ്രിനാഥ് നഷ്ടപ്പെട്ടതൊന്നുമല്ല. ബദ്രിനാഥിൽ നിലവിലും കോൺഗ്രസ് തന്നെയായിരുന്നു, അല്ലേ? ബദ്രിനാഥിലും നിലവിൽ അവിടെ കോൺഗ്രസിന് തന്നെയായിരുന്നു. അല്ലാതെ നിങ്ങളുടെ രാമനെയും നിങ്ങളുടെ കൃഷ്ണനെയും ഒക്കെ ആൾക്കാർ തള്ളി എന്നുള്ള രീതിയിലത്തേക്ക് അതിനെ ഒരു ഒപ്റ്റിക്സ് ആണ്. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നത് ആ ബദ്രിനാഥ് BJP ജയിച്ചിരുന്ന സ്ഥലമായിരുന്നു. അല്ല, അത് ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടായിരുന്ന ഒരാളിനെ ഇപ്പുറത്തെ കക്ഷിയിലേക്ക് പാളയം മാറി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അനിവാര്യമായിട്ടുള്ള ഒരു തട്ടുകേട് BJPക്ക് അവിടെ കിട്ടി, നാട്ടുകാർ കൊടുത്തു എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ ഈ സീറ്റുകളൊന്നും അവരുടേതായിരുന്നില്ല. ഇപ്പൊ മധ്യപ്രദേശിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ്. നോക്കൂ, മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന ആ സീറ്റ് എന്ന് പറയുന്നത് അവരുടേതായിരുന്നില്ല.
അവരത് ജയിച്ചതാണ്. BJP ഇതിനകത്തിൽ ജയിച്ചിരിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണോ ആ സീറ്റുകളെല്ലാം അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഇപ്പൊ ഉത്തരാഖണ്ഡിൽ 2 സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 2 സീറ്റ് അവരുടേതായിരുന്നോ? ആ 2 സീറ്റ് അവരുടേതായിരുന്നോ? അല്ല. നേരെ മറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇലക്ഷൻ വോട്ടിംഗ് പെർസെന്റേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ മംഗളൂർ സീറ്റ് എടുത്ത് നോക്കിക്കോളൂ. മംഗളൂർ സീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബദ്രീനാഥ് പറഞ്ഞു, അതേപോലെ മംഗളൂർ സീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നേരത്തെ ജയിച്ചിരുന്നത് ആരാണ്? BSP ആണ്. ഇത്തവണ BSP 3ാമത് പോകുന്നു. 21% വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP ഇത്തവണ ഏതാണ്ട് 36-37% അവിടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാർ അവരുടെ ഒരു ഒപ്റ്റിക്സിന് വേണ്ടി പറയുന്നു. BJPയുടെ ശക്തി കേന്ദ്രത്തിൽ അവർക്ക് ഇത് ചോർന്നു എന്ന് പറഞ്ഞാൽ ആകെ 21%. അതായത് കേരളത്തിലെ ഏകദേശം മൊത്തത്തിൽ എത്രയാണോ BJPക്ക് സീറ്റ് ഉള്ളത് ഏകദേശം അത്രയും മാത്രം ഉണ്ടായിരുന്ന മംഗളൂർ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ഒരു സീറ്റ്, ആ സീറ്റിൽ നിന്ന് അവരിപ്പോൾ വിജയിച്ച് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36-37% വോട്ടിലേക്ക് 16% ഒരു വോട്ടിംഗ് പെർസെന്റേജ് കൂടുകയാണ് ചെയ്തത്. ഒന്നാമതുണ്ടായിരുന്ന BSP 3ാമത് പോവുകയും കോൺഗ്രസ് മാർജിനലി 1% മറ്റോ വോട്ട് പെർസെന്റേജ് കൂട്ടുകയുമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് നമ്മൾ ആ രീതിയിൽ കൂടി ഇതിനെ കാണുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലാതെ സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ് ശ്രീ പണിക്കർ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ വസന്തംഗമ്പള്ളി ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ശുഭസൂചനയോ എന്നാണ് പ്രേക്ഷകരോട് ചോദിച്ചത്. യെസ് എന്ന് 70% ആളുകളും നോ എന്ന് 28% ആളുകളും അഭിപ്രായപ്പെട്ട ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.